ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ലേഡി വ്യൂവേഴ്സിന് ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ ബാഗ് കളക്ഷൻസാണ്. ഒരുപാട് കളക്ഷനൊന്നുമില്ല, എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ബാഗ്സാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു കളക്ഷൻ കാണിക്കാമെന്ന് വെച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഞാൻ ഓരോ ബാഗുകളായിട്ട് പരിചയപ്പെടുത്താം. ഇവയൊന്നും ഞാൻ ഒരുമിച്ച് വാങ്ങിയതൊന്നുമല്ല. എനിക്ക് ബാഗിനോട് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അവയൊക്കെ എനിക്കിഷ്ടമുള്ള ബാഗ് കണ്ടാൽ അത് ഞാൻ എങ്ങനെയെങ്കിലും വാങ്ങും എന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇതൊന്നും മനഃപൂർവ്വം അത് വാങ്ങട്ടെ എന്ന് വെച്ച് വാങ്ങിയ ബാഗുകളൊന്നുമല്ല. ഇതിൻ്റെ ഒന്നും ബ്രാൻഡിൻ്റെ പേര് അങ്ങനെ മനസ്സിലാവുന്നില്ല. എല്ലാം ബ്രാൻഡൊന്നുമല്ല. എനിക്കിഷ്ടമുള്ളവരും അതുകൊണ്ട് ബാഗ് തന്നെയാണ് തരാറ്. ഇതൊക്കെയാണ് എൻ്റെ അടുത്ത് ഉള്ള കുറച്ച് ബാഗുകൾ. കുറച്ചെന്ന് അങ്ങനെ തീരെ കുറച്ചെന്ന് പറയാൻ പറ്റില്ല. ഇതൊരു ലാപ്ടോപ്പ് ബാഗാണ്. കുറേ മുന്നേ വാങ്ങിയതാണ് ഇവയൊക്കെ. അടുത്ത കാലത്തായിട്ട് വാങ്ങിയതെന്ന് പറയാൻ അങ്ങനെ ഒന്നുമില്ല. ഇതെൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവരുടെ ജ്യേഷ്ഠൻ അമേരിക്കയിലാണ്, പ്യുവർ ലെതർ. അപ്പോൾ അവർ ഏട്ടൻ വരുമ്പോൾ ഏട്ടൻ കൊടുത്ത ബാഗ് എനിക്ക് ഗിഫ്റ്റായിട്ട് തരുന്നതാണ്. മിക്കതും എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത് തന്നെയാണ്. എനിക്ക് ബാഗ് അങ്ങനെ ഇഷ്ടമുള്ളത് എന്നുകൊണ്ട് അധികം ആളും എനിക്ക് ഗിഫ്റ്റ് തരുന്നത് തന്നെയാണ്. ഇതെൻ്റെ മോള്, ചെറിയ മോള്, നിങ്ങൾ കല്യാണത്തിനൊക്കെ പോകും എടുക്കണം ഇത് എന്ന് പറഞ്ഞിട്ട് അവൾ ഇതിനിടയ്ക്ക് ഓൺലൈൻ വാങ്ങിച്ചതാണിത്. ഇത് മൂത്ത മോള്. എനിക്ക് നമ്മൾ ചെറിയ സ്ഥലത്തൊക്കെ അടുത്തൊക്കെ പോകുമ്പോൾ വലിയ ബാഗൊന്നും എടുക്കണ്ടല്ലോ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ. ഇത് മിനിസോ ഉണ്ടല്ലോ, ഒരു ചൈനീസ് ബ്രാൻഡ് മിനിസോ, അവിടെ നിന്ന് വാങ്ങിച്ചു തന്നതാണ്. എല്ലാ നാൾ ആദ്യം ഗിഫ്റ്റ് കിട്ടിയ ബാഗുകളൊക്കെ പറയാം. ഇതും ഈ അമേരിക്കയിലെ ഏട്ടൻ തരുന്ന അവരെ മകൻ ജർമ്മനിയിൽ കുട്ടി PhD ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവൻ ഫസ്റ്റ് ടൈം വരുമ്പം ഞങ്ങൾക്കൊക്കെ അവിടെ നിന്ന് വാങ്ങിയ ഓരോ ചെറിയ ചെറിയ ഗിഫ്റ്റ്. ഇതൊരു നമുക്ക് ചെറിയ വലിയ ബാഗിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ പേഴ്സുകൾ, കോയിൻസൊക്കെ ഇടാൻ പറ്റുന്ന, അതും അവൾ തന്നതാണ്. പിന്നെ ഇത് എൻ്റെ ഗൾഫിലുള്ളൊരു ഫ്രണ്ടുണ്ട്. ഞങ്ങൾ 3 ഡിയർ ഫ്രണ്ട്സാണ്, PDC തൊട്ട് പഠിച്ച. അപ്പോൾ അവൾ ഇപ്രാവശ്യം ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടു തന്നതാണ്. ഭയങ്കര സോഫ്റ്റ്, പൂച്ചക്കുട്ടീനൊക്കെ പിടിക്കുന്ന പോലെയാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബാഗാണ്. ഇതും അവൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ കൊണ്ടു തന്നതാണ്. ഞങ്ങൾ 3 ആൾക്കും, അവൾക്കും എനിക്കും എൻ്റെ വേറൊരു ഫ്രണ്ട്, നമ്മൾ 3 ആൾ പറഞ്ഞല്ലോ, അവർക്കും 3 ആൾക്കും ഒരേ ബാഗ്, ഡിഫറെൻറ്റ് കളർ ഇത് കൊണ്ടു തന്നത്. ഇനി ഉള്ളതെല്ലാം ഞാൻ വാങ്ങിച്ച ബാഗുകളാണ്. ഇത് ഞങ്ങൾക്കൊരു ദിവസം കുറച്ച് സമയം അധികം, ഇത് വാട്ടർ പ്രൂഫാണ്. പിന്നെ ഒരുപാട് കള്ളികളുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബാഗാണ്. എവിടെയെങ്കിലും പോകുമ്പോൾ എടുക്കാൻ പറ്റുന്ന, കുറച്ച് വലുതാണ്. ഒരു ദിവസത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. ഒരു ദിവസത്തേക്കെന്നല്ല, ഇപ്പോൾ കുറച്ച് വാട്ടർ ബോട്ടിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇടാം. മഴയത്ത് നനയില്ല. മഴക്കാലത്തേക്കാണ് ഞാൻ ഈ ബാഗ് വാങ്ങി വെച്ചിരിക്കുന്നത്. മഴക്കാലത്തൊരു ബാഗ്, വേനൽക്കാലത്തൊരു ബാഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങി വെക്കും. കാരണം നല്ല ബാഗ്സൊക്കെ മഴക്ക് എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം മോശമായിപ്പോവും. ഇത് അങ്ങനെ മഴക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ മഴക്കാലത്ത് വാങ്ങിയ ബാഗാണ്. ഇത് നല്ല ബാഗാണ്. ഇതാണ് ബ്രാൻഡ്, മനസ്സിലാകുന്നില്ല. ഇതാണ് നല്ല ബാഗാണ്. ഇത് ഒരുപാട് സിബുണ്ട്, നടുക്ക് വേറെ സിബ്. നല്ല നമുക്ക് ഓരോ കള്ളിയിൽ അരിച്ച് ഓരോന്ന് മാറ്റി മാറ്റി വെക്കാം. നല്ല ബാഗാണ്. പിന്നെ ഞാൻ ബാഗിൻ്റെയും ലാവിൻ്റെയും ഒരു ആരാധിക തന്നെ പറയാം. അതുകൊണ്ട് എൻ്റെ അടുത്ത് കാണുന്ന അധിക ബാഗ്സും അറിയാതെ അങ്ങനെ ബാഗിറ്റായി വരുന്നതാണ്, ഞാനായിട്ട് വാങ്ങുന്നില്ല. ഇത് വേനൽക്കാലത്ത് നമ്മൾ സാധാരണ പോകുമ്പോൾ ഇത് ബാഗിറ്റിൻ്റെ, ഇത് നല്ലൊരു ബാഗാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു എക്സ്ട്രാ നമുക്ക് പുറത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളതുണ്ട്. പിന്നെ ഇത് സാധാരണ ഇത് എൻ്റെ ഉള്ളിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാഗാണ്. കുടയും എല്ലാം വെക്കാം. ഞാൻ പൊതുവേ കുടയെല്ലാം വെക്കുന്നൊരു ബാഗേ സെലക്ട് ചെയ്യാറുള്ളൂ, വേനൽക്കാലമായാലും മഴക്കാലമായാലും.
കാരണം നമുക്ക് വേനൽക്കാലത്ത് പുറത്ത് പോയാൽ കുട വെക്കേണ്ടി വരും, കുടയുടെ ആവശ്യം വരും മഴക്കാലത്തും. അതുകൊണ്ട് അധികവും ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഇത് ബാഗിറ്റിൻ്റെ ചെറിയൊരു പൗച്ച്, നമുക്ക് ഷോപ്പിലോ അല്ലെങ്കിൽ ചെറിയ അമ്പലത്തിലൊക്കെ പോയി ഇതിനൊരു പിടിയുണ്ട് തോളിലിടാൻ വേണ്ടിയിട്ടുള്ള. ഇതും ബാഗിറ്റാണ്. ബാഗിറ്റിൻ്റെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. പിന്നെ ഇത് ലാവിയുടെ ഒരു ബാഗ്. ഇത് നമുക്ക് സാധാരണ വേനൽക്കാലത്തെല്ലാം നമുക്ക് പോകുമ്പോൾ എടുക്കേണ്ടത്. ഇതും ലാവിയുടെ ഒരു ചെറിയ ബാഗാണ്. സാധാരണ നമ്മൾ ഒരു അമ്പലത്തിലെല്ലാം പോകണ്ടെങ്കിൽ ഒരു വലിയ ബാഗിൻ്റെ ആവശ്യമില്ലല്ലോ, അങ്ങനെയാണ് അത് വാങ്ങിച്ചത്. ഇതെല്ലാം ഞാൻ ഒരേ സമയത്ത് വാങ്ങിയത്. ലാവിയുടെ ഈ ബാഗ് ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാണ്. ഇത് ബാഗിറ്റിൻ്റെത്. പിന്നെ ഇത് ഒരു ചെറിയ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എടുക്കേണ്ടത്. ഇതെനിക്കൊരാൾ ഗിഫ്റ്റ് തന്നതാണ്, ചെറിയൊരു ബാഗ്. ഇതെല്ലാം വർഷങ്ങളായിട്ടുള്ളതാണ് കേട്ടോ, ഇതൊന്നും പുതിയതല്ല. എല്ലാം ഞാനങ്ങനെ സൂക്ഷിച്ച് വെക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടെല്ലാം ഞാൻ സൂക്ഷിച്ച് വെക്കുന്നത്. അതുകൊണ്ടാണ് ഇവയൊക്കെ ഇങ്ങനെ കാണുന്നത്. പിന്നെ ഇതൊക്കെ നമ്മളെ കിറ്റുകളാണ്. എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പം ഇത് കിറ്റാണ്. ഇതൊരു കിറ്റാണ്. ചെറിയ നമ്മളെ മേക്കപ്പ് സാധനങ്ങൾ എല്ലാം ബ്രഷ്, ഇതും ഒരു കിറ്റാണ്. ഇതൊന്നും വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല. പിന്നെ ഇനി അടുത്തതായിട്ട് ഇതാണ്. ഇത് വെസ്റ്റ് സൈഡ് എന്നുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. 2 എണ്ണം വാങ്ങിച്ചിട്ട് ഇത് നമുക്ക് ഒരു ദിവസത്തെ നമ്മളെ ഇതെല്ലാം ഉണ്ട്, ഒരു ദിവസത്തെ ഡ്രസ്സ് അതൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബാഗാണ്. ഒരൊറ്റ സിബ്ബേ ഉള്ളൂ, അതിൽ നിറച്ച് നമുക്ക് ഒരുപാട് സാധനങ്ങൾ വെക്കാം. അതേപോലെ തന്നെ ഒന്ന് വേറെയുമുണ്ട്. ഇത് വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് കോട്ടൺ തുണിയാണ്, വാഷ് ചെയ്തിട്ടെടുക്കുക. എല്ലാം അങ്ങനെ യൂസ് ആൻഡ് ത്രോ എല്ലാം പൈസ കൊടുത്തിട്ടുണ്ടെങ്കിലും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ബാഗുകളാണ് ഞാൻ വാങ്ങാറുള്ളൂ. പെട്ടെന്ന് അതൊരു ഭംഗിക്ക് വേണ്ടി കളയുന്ന ബാഗാണെങ്കിൽ ഞാൻ വാങ്ങാറേ ഇല്ല. ഒന്ന് പൈസ കൊടുത്ത് വാങ്ങി. ഇത് മഴക്കാലത്തേക്ക് വേണ്ടുന്ന ബാഗാണ്. ഇതുമാണ് മഴക്കാലത്തേക്ക് വേണ്ടുന്നത്. ഇതിലൊരുപാട് കള്ളികളുണ്ട്. നല്ല ബാഗാണ് ഇത്. ശരിക്കും ഇങ്ങനെ ട്രക്കിങ്ങിനെല്ലാം പോകുന്നവർക്ക് വേണ്ടുന്ന ബാഗാണ്. പക്ഷേ നമുക്കിങ്ങനെ യൂസ് ചെയ്യാം. ഇതിലും കുടയിലും കൊള്ളും. ഒരു കുട കൊള്ളുന്ന ബാഗ് ഞാൻ എപ്പോഴും വാങ്ങും. പിന്നെ അടുത്ത് വാഹനത്തിലെല്ലാം പോകുമ്പോൾ ഒരു കല്യാണത്തിന് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ചെറിയ ബാഗ്സ് എടുക്കാറുള്ളൂ. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു എൻ്റെ ബാഗ് കളക്ഷൻ. ഓക്കെ, താങ്ക് യു.